ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ താരം എന്ന് പറയുന്നത് ഋത്തുസിൻ്റെ സ്കൂളിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇന്ന് ഇവൻ്റെ ഇനോഗ്രേഷൻ ആണ് കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ എക്കാലത്തെയും മെയിനായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ ഇനോഗ്രേഷനായിട്ട് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട പി ബാബുരാജ് സാറായിരുന്നു. ഔപചാരികമായി ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങ് കുറച്ച് നാളായിട്ട് തുടക്കത്തിൽ നടക്കേണ്ടതായിരുന്നു. എന്തായാലും എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഉൾപ്പെടുത്തി സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിലെ ഉദ്ഘാടകനായ ബഹുമാനപ്പെട്ട മന്ത്രിയാനുഭവം ഈ ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ട് നമ്മുടെ സ്കൂളിൽ മെയിനായിട്ട് 2 നേട്ടങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ വേസ്റ്റ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെയോ എവിടെ നിക്ഷേപിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും വേണ്ട. ഇതിൽ സേഫായിട്ട് തന്നെ നമുക്ക് നിക്ഷേപിക്കാം. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഇതിലൂടെ തന്നെ നമുക്ക് ലാഭിക്കാം. കൂടുതൽ മെച്ചം നമുക്ക് ഗുണവും മെച്ചം പണവും ലാഭമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും ബാബുരാജ് സാറും മൊയ്തീൻകോയ്ക്കും ചന്ദ്രാസേട്ടനും എല്ലാവരും ചേർന്ന് ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ചേർന്ന് ഇനോഗ്രേഷൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാബുരാജ് സാറ് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഇനോഗ്രേഷൻ ചടങ്ങ് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. നമ്മുടെ ഗവൺമെൻറ് ഫിഷറീസ് LP സ്കൂൾ കണ്ണങ്കടവിന് വേണ്ടി ഇത് സ്പോൺസർ ചെയ്ത നമ്മുടെ പഞ്ചായത്തിന് എല്ലാവർക്കും വേണ്ടി താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.